എന്താ നിന്നെ അലട്ടുന്ന ആ മാരക പ്രശ്നം? പ്രശ്നം പ്രശ്നം എന്താന്ന് സത്യം പറഞ്ഞാ എനിക്കറിയില്ല അച്ഛാ. എന്തോ ഒരു വല്ലായ്മ പോലെ. നാളെ എന്തോ അരുതാത്ത സംഭവിക്കുന്ന ഒരു തോന്നല്, ഒരു ഓഡ് ഫീലിംഗ്. അത് വെറുതെ ഉള്ള തോന്നലാണെന്ന് മോള് തന്നെ പറഞ്ഞില്ലേ. അപ്പൊ പിന്നെ എന്തിനാ ആ തോന്നലുകൾക്ക് പിന്നാലെ ചെന്ന് മനസ്സ് വിഷമിപ്പിക്കുന്നത്? ഓഡ് മാൻ ഔട്ട് എന്നല്ലേ കേട്ടിട്ടില്ലേ? അതുപോലെ ഓഡ് ഫീലിങ്ങിനെ എടുത്ത് പുറത്തേക്കിടുക, അത്ര തന്നെ. അച്ഛൻ പറഞ്ഞ നേരാ. കുറെയൊക്കെ വെറും എന്റെ തോന്നലുകളാ. പക്ഷേ പിന്നെന്താ ഒരു പക്ഷേ? നോക്ക്, ആ മുരളി മാപ്പ് സാക്ഷിയായതോടെ കേസ് നമുക്ക് അനുകൂലമായിട്ട് മാറില്ലേ? പിന്നെന്തിനാ മോളിങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണേ? അതല്ല അച്ഛാ, ഞാൻ ചിന്തിക്കുന്നത് മറ്റു പല കാര്യങ്ങളാ. പത്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ തുടങ്ങിയ പോരാട്ടമാണിതെങ്കിലും എനിക്കിപ്പോ ഈ കേസ് തികച്ചും വ്യക്തിപരമാണ് അച്ഛാ. അച്ഛനറിയാലോ, അഡ്വക്കേറ്റ് രാഘവനുണ്ണിയാ എന്റെ എതിരാളി. അറിയാം, അഡ്വക്കേറ്റ് രാഘവനുണ്ണി വെറുമൊരു ക്രിമിനൽ ലോയറല്ല, ക്രിമിനൽ മൈൻഡഡ് ലോയറാണ്. എ മാസ്റ്റർ മാനിപ്പുലേറ്റർ. അതെ, ചതിയിലൂടെ അച്ഛന്റെ കരിയറും സ്വപ്നങ്ങളും ഇല്ലാതാക്കി നമ്മുടെ എല്ലാം സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും കരിനിഴൽ പരത്തിയ, നമ്മുടെ കുടുംബത്തിന്റെ തന്നെ താളം തെറ്റിച്ച മാസ്റ്റർ മാനിപ്പുലേറ്റർ. അയാളുടെ പരാജയ ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. അറിയാം, അതിലാണ് എനിക്ക് നിന്നിലുള്ള പ്രതീക്ഷയും അഭിമാനവും. ആ പ്രതീക്ഷ ഞാൻ നിറവേറ്റും. പക്ഷെ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ട അച്ഛൻ എനിക്കത് സാധിച്ചു തരുമോ? എന്താ മോളെ, നീ കാര്യം പറയേ. നാളെ അച്ഛൻ്റെ ഈ മോള് അഡ്വക്കേറ്റ് അഞ്ജലി അഡ്വക്കേറ്റ് രാഘവനുണ്ണിയെ പരാജയപ്പെടുത്തുന്നത് കാണാൻ അച്ഛൻ കൂടി എനിക്കൊപ്പം കോടതിയിലേക്കൊന്ന് വരാവോ? ഒരു കാഴ്ചക്കാരനായിട്ട്. അച്ഛൻ അവിടെ ഒപ്പം ഉണ്ടെങ്കിൽ എനിക്കെന്തോ കൂടുതൽ ധൈര്യം കൈവരുന്ന പോലൊരു തോന്നലുണ്ട്. മാത്രല്ല, അയാള് ആ അഡ്വക്കേറ്റ് രാഘവനുണ്ണി വീഴുന്നെടുത്ത ഈ അഞ്ജലി നേടുന്നത്. അതിന് രണ്ടിനും സാക്ഷിയാവാൻ അച്ഛനും കൂടി അതേ കോടതിയിൽ ഉണ്ടാവണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. പ്ലീസ് അച്ഛാ, പറ്റില്ലെന്ന് പറയരുത്. എല്ലാം തകർന്നടിഞ്ഞ ആ ദിവസം മരവിച്ച മനസ്സുമായിട്ടാ ഞാൻ അവിടുന്ന് പുറത്തിറങ്ങിയത്. അന്ന് ഞാൻ മനസ്സിൽ കുറിച്ചതാ, ഇനി അങ്ങോട്ടൊരു തിരിച്ചുപോക്കുണ്ടാവില്ലെന്ന്. പക്ഷേ ഞാനെല്ലാം അവസാനിപ്പിച്ചെടുത്തുന്നു. എൻ്റെ മോളൊരു പുതിയ തുടക്കം കുറിക്കുമ്പോൾ അതിന് സാക്ഷിയാവാൻ ഈ അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ വരണമെന്ന് എൻ്റെ മകൾ പറഞ്ഞാൽ ഞാൻ വരും. ജീവിതത്തിൽ തോൽവി എന്തെന്നറിയാത്ത അഡ്വക്കേറ്റ് രാഘവനുണ്ണി എന്റെ മകളുടെ മുമ്പിൽ തോറ്റു മടങ്ങുന്നത് കാണാൻ ഈ ശിവരാമകൃഷ്ണൻ വരും. എന്താ അതുപോലെ എന്റെ മോൾക്ക്? മതി അച്ഛാ, മതി. ഞാൻ ജയിച്ചു ഇപ്പൊ തന്നെ.
ആ കുറുപ്പേ പറയടോ. ഡോ ആ റാസ്കല് മുരളിയുടെ മൊഴി നമുക്ക് കുരുക്കാവൂടോ രാഘവ. എനിക്ക് അത് ആലോചിച്ചിട്ട് വല്ലാത്തൊരു ടെൻഷൻ. മുരളിയുടെ കൂറുമാറ്റം മൊഴിയോ ഒക്കെ നമുക്കൊരു പ്രശ്നം തന്നെയാ. പക്ഷേ അതിനെ മറികടക്കാൻ ഞാൻ ചിലതൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതേക്കുറിച്ച് ആലോചിച്ച് താൻ കൂടുതൽ തല പുണ്ണാക്കണ്ട. എനിക്ക് വാസ്തവത്തിൽ ആ പത്മ പെണ്ണിന്റെ കാര്യത്തിലാണ് ടെൻഷൻ. എന്തായി, തന്റെ ആൾക്കാരെ അവളെ പൊക്കാൻ പോയിട്ട് വല്ല തുമ്പും കിട്ടിയോ? ഏയ് ഇല്ലെന്നേ, നമ്മുടെ ആൾക്കാരിപ്പോഴും കളിയിക്കാവുള്ള തക്കല ബോർഡറിൽ തന്നെ ഉണ്ട്. അവളെ കുറിച്ച് ഒരു വിവരവും കിട്ടിയിട്ടില്ല. ആളിനെ എവിടെ വെച്ച് കണ്ടാലും അങ്ങ് തീർത്തേക്കാനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആ അത് മതി. പിന്നെ മുരളിയുടെ കാര്യം കോടതിയിൽ ഞാൻ മാനേജ് ചെയ്തോളാം. പക്ഷേ പത്മ കോടതിയിൽ എത്തരുത്. അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. താൻ കോടതി പരിസരത്ത് നമ്മുടെ ആൾക്കാരെയൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ ഞാൻ വേണ്ടതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ എന്തൊക്കെ ചെയ്താലും സൂപ്പർമാനെ പോലെ അവളെ രക്ഷിക്കാനായിട്ട് ഒരുത്ത മാനത്തൂന്ന് പറന്നു വരുമല്ലോ തന്റെ മോൻ. അവനെങ്ങാനും വന്ന് ഇപ്രാവശ്യവും വല്ല പണിയും ഒപ്പിക്കുമെന്നാ എന്റെ പേടി. ഏയ് അക്കാര്യത്തിൽ തനിക്കൊരു പേടി വേണ്ട. അതിനുള്ള മരുന്നൊക്കെ നന്ദിനി പ്രയോഗിച്ചിട്ടുണ്ട്. നന്ദിനിയോ? അല്ല അത് പിന്നെ ഒരു പ്രശ്നവുമില്ല. അവൾ അതൊക്കെ വേണ്ട വിധം തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് വിശ്വസിക്കാം. ആ ശരി ശരി, എന്നാ പിന്നെ താൻ ഫോൺ വെച്ചോ. കളിയിക്ക് അവളെ ഒരുത്തം വിളിക്കുന്നുണ്ട്. ഹലോ. ആ ആ എന്തായി സേവിയറെ, എന്തെങ്കിലും വിവരം കിട്ടിയോ? അയ്യോ, മണി 11:30 ഇതെന്താ തുറക്കാത്തത്? ഇത് ലോക്കാണല്ലോ. ആരിത് പൂട്ടിയത്? ഹലോ, ഇവിടെ ആരുമില്ലേ? ഹലോ, ഈ ഡോറൊന്ന് തുറന്നേ. ഈ ഡോറൊന്ന് തുറക്ക. ആരാ ഇത് പൂട്ടിയത്? അമ്മേ, അമ്മേ, ഈ ഡോറൊന്ന് തുറന്നേ. ഈ ഡോറൊന്ന് തുറക്കാൻ. ഹലോ, ആരാ പുറത്തുനിന്ന് പൂട്ടിയേ? അമ്മേ, ഹലോ. രമ്യ, അർജുന്റെ ശബ്ദമല്ലേ കേട്ടെ? അതെ, അത് അർജുനാണല്ലോ. അതെ. ആരും ഇല്ല ഇവിടെ. ആരെങ്കിലും ഡോറൊന്ന് തുറക്കൂ. ഷെടാ, ഇവനിതെങ്ങനെ ഇതിനകത്ത് ലോക്കായി? ഹലോ, താക്കോല്. ഡാ അർജുനെ, നിക്ക്, ഞാൻ നോക്കട്ടെ. ചിറ്റപ്പ ഒന്ന് വേഗം. ആരാ ഇത് പൂട്ടിയത്? അമ്മയുടെ. ഇത് ലോക്കാടി. ഇതെങ്ങനെ ലോക്കായത്? എന്നാലും ഇത് ആര്? അറിയില്ല. ഇവനെ ഇത് പട്ടാപ്പകൽ ആരാ ഇതിനകത്ത് പൂട്ടിയിട്ടത്? ആരാ ഇത് പൂട്ടിയത്? എടാ നിക്കടാ, ഇതിന് താക്കോൽ എവിടെ? ഇതിനകത്ത് തന്നെ കാണുന്നതാണല്ലോ. ചിറ്റപ്പ, ഒന്ന് തുറക്കാൻ നോക്കിയേ. അമ്മേ, അമ്മ എവിടെ? അറിയില്ല ഇതാരാ പൂട്ടിയെന്ന്. അമ്മയെ വിളിക്കേ. ഇതിന്റെ താക്കോല് കാണുന്നില്ലല്ലോ. എടാ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കും. ഞാനൊന്ന് നോക്കട്ടെ താക്കോൽ എവിടാണെന്ന്. താക്കോല് തപ്പി ഗോവിന്ദൻ ബുദ്ധിമുട്ടണ്ട, അതെന്റെ കയ്യിലുണ്ട്. കേട്ടതിയാണോ ഇവനെ ഇതിനകത്തോട്ട് പൂട്ടിയെ?
അതെ, അർജുൻ ഇന്ന് ഈ വീട് വിട്ട് പുറത്തു പോകാൻ പാടില്ല. കുറഞ്ഞ പക്ഷം കോടതി സമയം കഴിയുന്നതുവരെയെങ്കിലും അത് അവന്റെ അച്ഛന്റെ തീരുമാനമാ. ഞാനത് നടപ്പിലാക്കിയെന്ന് മാത്രം. ചിറ്റപ്പ, അമ്മേ വാതിൽ തുറക്കമ്മേ. അമ്മേ, എടതി ചുമ്മാ കളിക്കല്ലേ. ആ താക്കോലിങ്ങെടുത്ത ആ ചെറുക്കനകത്ത് കിടന്ന് കയറ് പൊട്ടിക്കുന്ന കേട്ടില്ലേ? അവൻ കയറ് പൊട്ടിക്കേണ്ട ഒരു കാര്യവുമില്ല. അത്യാവശ്യം ഉറക്കം കിട്ടാനുള്ള മരുന്ന് ഇന്നലെ രാത്രി തന്നെ അവന്റെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അമ്മേ, മരുന്നോ? വാതിൽ തുറക്ക്. അവിടെ കിടന്ന് ബഹളം വെക്കാതെ അവനോട് കുറച്ചു നേരം കൂടി കിടന്ന് ഉറങ്ങാൻ പറ. കൊച്ചച്ഛൻ പറഞ്ഞാൽ അവൻ കേൾക്കും. ദേ, ഈ താക്കോലും അവന്റെ ഫോണും എന്റെ കയ്യിൽ തന്നെ ഭദ്രമായിട്ടിരിക്കും, അവന്റെ അച്ഛൻ കോടതിയിൽ നിന്ന് വരുന്നത് വരെ. അമ്മേ, വാതിൽ തുറക്കമ്മേ. വെറുതെ ബഹളം ഉണ്ടാക്കി അവനോട് വാതിൽ പൊളിക്കണ്ടെന്ന് പറഞ്ഞേക്ക്. അമ്മേ, വാതിൽ തുറക്ക് പ്ലീസ്. എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം. അമ്മേ, വാതിൽ തുറക്കമ്മേ പ്ലീസ്. തൽക്കാലം വാതിൽ തുറക്കാൻ ഒരു നിർവാഹവും ഇല്ല. സോറി. അമ്മേ, ഞാൻ പറയുന്ന കേക്ക്. ഡോറൊന്ന് തുറന്നേ. അമ്മേ, ചേട്ടതി താക്കോല് എന്നിട്ട് പോ. എടതി താക്കോല് എന്നിട്ട് പോ. അമ്മേ, തുറക്കാൻ. എടാ എടാ ഏടത്തി പോയി. ഓ, നീ ഒന്ന് അടങ്ങ്. എന്ത് ചെയ്യാനാണെന്ന് പറ. എന്തു ചെയ്യൂടി ഇത്? വേറെ എന്താ പ്രശ്നം? എന്തിനാ അർജുൻ കിടന്ന് ബഹളം വെക്കുന്നത്? ബെസ്റ്റ്, നീ ഇപ്പൊ ഇത് കേട്ടതേ ഉള്ളൂ. ഏട്ടത്തി അർജുനെ റൂമിനകത്തിട്ട് പൂട്ടിയിരിക്കുക, എന്നിട്ട് താക്കോലും കൊണ്ടങ്ങ് പോയി. എന്തിന്? എനിക്കറിയാൻ വയ്യ. ഹോ, ഈ വീട്ടിൽ ആരൊക്കെയാ എന്തൊക്കെയാ ചെയ്യുന്ന ആർക്കറിയാവുന്ന? കെട്ടാത്തവനെ കെട്ടിയിട്ട് കല്യാണം കഴിപ്പിക്കുന്നു, കോടതിയിൽ പോവാൻ നിൽക്കുന്നവനെ വീട്ടിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കുന്നു. ഹോ, എന്തൊക്കെ കാണണം എന്റെ ഈശ്വരാ. വല്ലാത്ത കഷ്ടം തന്നെ. അമ്മേ, അമ്മേ. എന്റെ മൊബൈൽ ഇവിടെ കാണുന്നില്ലല്ലോ. എന്റെ മൊബൈൽ എവിടെ? ചിറ്റപ്പ, ഓ, എന്റെ മൊബൈൽ എവിടെ? എടാ, അതൊക്കെ നിന്റെ അമ്മ കസ്റ്റഡിയിൽ എടുത്ത് വെച്ചിരിക്കുക. നീ അവിടെ കിടന്ന് വെറുതെ എരിപിരി സഞ്ചാരം കൊള്ളണ്ട. ഇത് ഏതാണ്ട് ഏട്ടനും ഏട്ടത്തെയും കൂടെ തീരുമാനിച്ചുറപ്പിച്ച മട്ട. അമ്മേ, ഇറങ്ങച്ച. പഴയ ഓർമ്മകളായവർക്കാണോ ശിവരാമകൃഷ്ണൻ വക്കീൽ അദ്ദേഹം? ആ, ഇതിപ്പോ കൊല്ലം കുറച്ചായില്ലേ മോളെ. ഞാൻ തോറ്റുമടങ്ങിയ അതേ മുറ്റത്ത് വർഷങ്ങൾക്ക് പുറം എന്റെ മകളുടെ ജയം കാണാൻ വേണ്ടി വരുമ്പോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. ഞാൻ പയറ്റിയ അതേ കളരിയിൽ എന്റെ മകളുടെ അംഗം അത് കാണുന്നത് ഒരു പ്രത്യേക ആവേശം. ആ, അച്ഛന്റെ ആവേശം ഇനി കൂടാൻ പോകുന്നതേ ഉള്ളൂ. വാ, തൽക്കാലം അകത്തോട്ട് പോ. വാ. അച്ഛ, ഒരു മിനിറ്റ്. എന്താ ചേച്ചി? നിങ്ങളങ്ങ് എത്തിയോന്നറിയാൻ വിളിച്ചത്.
ആ ദേ ഇപ്പൊ വന്നിറങ്ങിയതേ ഉള്ളൂ. നമ്മുടെ അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ എന്ത് പറയുന്നു? ആള് ഒരല്പം നൊസ്റ്റു അടിച്ചുള്ള നിൽപ്പ. രാജീവ് വന്നോ അവിടെ? ഇല്ല, ഇവിടെ ഒന്നും കണ്ടില്ല. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല അയാള്. ഏ, നീ രാവിലെ മുതലേ രാജീവിനെ വിളിക്കുന്നുണ്ടല്ലോ, ഇതുവരെ കിട്ടിയില്ലേ അപ്പോ? ഇല്ലെന്നേ. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ 2-3 റിങ്ങിന് മുന്നേ തന്നെ ഫോൺ എടുക്കുന്ന. ഇന്ന് കോടതിയിൽ സിറ്റിംഗ് ഉണ്ടെന്ന് രാജീവിന് അറിയാവുന്നതല്ലേ, പിന്നെ ആളിതെവിടെ പോയി? ചേച്ചി എനിക്ക് അറിയില്ല. ചേച്ചി ഫോൺ വെക്ക്, ഞാൻ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരി. ഹലോ, ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ. സാറ് പറഞ്ഞ ഫയൽസ് എല്ലാം പക്കയാക്കി വെച്ചിട്ടുണ്ട്. ഗുഡ്. ആ വാ. എടോ രാഘവനുണ്ണി, ശിവരാമൻ. യെസ്, ദ വെരി സെയിം മാൻ, അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ. അപ്പൊ താൻ ചത്തില്ല അല്ലേ? ഞാൻ ചത്ത് മണ്ണടിഞ്ഞു എന്നുള്ളത് തന്റെ വെറും കണക്കൂട്ടൽ മാത്രമായിരുന്നു രാഘവ. അപ്പൊ താൻ ചത്തില്ല അല്ലേ? ഞാൻ ചത്ത് മണ്ണടിഞ്ഞു എന്നുള്ളത് തന്റെ വെറും കണക്കൂട്ടൽ മാത്രമായിരുന്നു രാഘവ. തന്റെ ആ കണക്കൂട്ടലുകൾ ഒന്നിനു പിറകെ ഒന്നായി തെറ്റാനിരിക്കുക. ഞങ്ങള് പഴയ കൊളീഗ്സാ. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോഴുണ്ടായ ഒരു ട്രയലായത്. അഡ്വക്കേറ്റ് രാഘവനുണ്ണി വേഴ്സസ് അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ നായർ അല്ലേ? അപ്പോ താൻ എന്റെ മുഴുവൻ പേരും മറന്നിട്ടില്ല? പേരും മറന്നിട്ടില്ല, ആ പേരിന് ബാർ അസോസിയേഷൻ കൽപ്പിച്ച് നൽകിയ വിലക്കും മറന്നിട്ടില്ല. ഓ, അല്ല, എനിക്ക് ചോദിക്കാനുള്ളത്, താൻ ആ പഴയതൊക്കെ മറന്നുപോയിട്ട് തന്നെയാണോ ഈ കോടതി മുറ്റത്ത് വീണ്ടും കാലുകുത്തിയത്? അതോ ഇനിയിപ്പോ കറങ്ങിത്തിരിഞ്ഞ് വഴിമാറി വന്ന് കയറിയതാണോ? സോറി, കോടതി കയറാൻ ബാർ അസോസിയേഷൻ വിലക്കിയത് ശിവരാമകൃഷ്ണൻ നായർ എന്ന വക്കീലിനെ, ശിവരാമകൃഷ്ണൻ നായർ എന്ന വ്യക്തിയെയല്ല. ആർട്ടിക്കിൾ 19(1)(d) എന്താണെന്ന് അഡ്വക്കേറ്റ് രാഘവനുണ്ണിയെ ഞാനിനി പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലല്ലോ. ഉണ്ടോ? പൗരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം. ആ, കൊള്ളാം കൊള്ളാം. ആ പഴയ തീപ്പൊരി ഇപ്പോഴും തന്റെ ഉള്ളിന്റെ ഉള്ളിലിങ്ങനെ കെടാത്ത കിടപ്പുണ്ടല്ലേ? നോട്ട് ബാഡ്. അതൊരു കനലായി ഈ നെഞ്ചിലെരിയുന്നത് കൊണ്ടാണല്ലോ വർഷങ്ങൾക്കിപ്പുറം തന്റെ പതനം നേരിട്ട് കാണാൻ ഈ കോടതി മുറ്റത്ത് നേരിട്ടെത്തിയത്. എന്റെ പതനോ? വാട്ട് യു മീൻ? ജീവിതത്തിൽ ഇന്നേ വരെ തോൽവി എന്താണെന്നറിയാത്ത
അഡ്വക്കേറ്റ് രാഘവനുണ്ണി തോൽവിയുടെ കയ്പെന്താണെന്ന് അറിയാൻ പോകുന്ന ദിവസമാണിന്ന്. ഇന്നത്തെ തോൽവി തന്റെ പതനത്തിന്റെ തുടക്കം. അത് കാണാനാ ഞാനിവിടെ വന്നത്. താനെന്താടോ ഉറക്കപ്പായ നേരിട്ട് എഴുന്നേറ്റ് പോന്നാണോ? അതോ ഇനി സ്വപ്നം കണ്ട് ഇപ്പോഴിങ്ങനെ ഉറക്കത്തിൽ നിൽക്കുകയാണോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു സ്വപ്നമല്ല രാഘവനുണ്ണി വക്കീലെ. ഇനി അങ്ങോട്ട് അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ കണക്കൂട്ടലുകൾ ഒന്നിനു പിറകെ ഒന്നായി തെറ്റിക്കൊണ്ടേയിരിക്കും. ഈ കാർത്തിക് പത്മ കേസ് അതിന്റെ ഒരു തുടക്കം മാത്രം. തന്റെ തകർച്ച തുടങ്ങി രാഘവ. അയാളുടെ മൊഴി പ്രകാരം ആ മൃതദേഹം ഈ കേസിലെ പരാതിക്കാരി പത്മയുടേതാണ്. What?